തമിഴ്നാട്ടിൽ മുമ്പെങ്ങുമില്ലാത്ത ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിനാണ് രാജ്യം സാക്ഷിയാകുന്നത്. തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നു, പക്ഷേ ഭൂരിപക്ഷമില്ല. ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് ഗവർണർക്ക് കത്ത് നൽകുന്നു. പക്ഷേ ഭൂരിപക്ഷമില്ലാത്തതിനാൽ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കില്ല എന്ന് ഗവർണർ. നിയമസഭയിലാണ് ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് എന്നത് അവഗണിച്ചാണ് ഗവർണറുടെ ഈ ഒരു നടപടി. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിച്ച ഫലം വന്നപ്പോൾ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തുമായ പാർട്ടികൾ ഒരുമിക്കാൻ തീരുമാനിക്കുന്നു. സർക്കാർ ഉണ്ടാക്കാനും ശ്രമിക്കുന്നു. ജനാധിപത്യത്തെയും ജനവിധിയെയും അപഹാസ്യമാക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് തമിഴകത്ത് നടക്കുന്നത്. 5 കോൺഗ്രസ് MLA-മാരുടെ പിന്തുണ ലഭിച്ചതോടെ 108 സീറ്റ് നേടിയ TVKക്ക് 112 പേരുടെ പിന്തുണയായി. വിജയ് 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് വിജയിച്ചതിനാൽ ഒരു സീറ്റ് രാജിവെച്ച് ഒഴിയേണ്ടി വരും. അപ്പോൾ സാങ്കേതികമായി അവരുടെ സീറ്റുകളുടെ എണ്ണം 107 കുറയും. 112 പേരുടെ പിന്തുണ തെളിയിക്കുന്ന കത്ത് ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് വിജയ് നൽകി. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം 2 തവണ ഉന്നയിച്ചു. സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാമെന്ന് അറിയിച്ചു. പക്ഷേ ഗവർണർ അനുവദിച്ചില്ല. ഭൂരിപക്ഷത്തിന് വേണ്ട 118 MLA-മാരുടെ കത്ത് ലഭിച്ചാലേ സർക്കാർ ഉണ്ടാക്കാൻ അനുവദിക്കൂ എന്നാണ് ഗവർണർ ആർലേക്കറുടെ തീരുമാനം. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ വിജയിയുടെ പാർട്ടിയെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർക്ക് ക്ഷണിക്കാമായിരുന്നു. നിശ്ചിത ദിവസത്തിനകം സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടുകയാണ് സാധാരണ ചെയ്യാറുള്ളത് എന്ന് നിയമവിദഗ്ധർ പറയുന്നുമുണ്ട്. സർക്കാർ രൂപീകരിക്കാനുള്ള അനുമതി ഗവർണർ 2ാം വട്ടവും നിരസിച്ച സാഹചര്യത്തിൽ നിയമോപദേശം തേടാൻ വിജയ്ക്ക് ആവശ്യപ്പെടാവുന്നതാണ്. പക്ഷേ ഗവർണറുടെ ഇപ്പോഴത്തെ തീരുമാനം തെറ്റാണ് എന്ന് പറയാനാകില്ല എന്നും ഗവർണർക്ക് അത്തരമൊരു തീരുമാനമെടുക്കാൻ അധികാരമുണ്ട് എന്നും ഭരണഘടനാ വിദഗ്ധരും പറയുന്നുണ്ട്. എങ്കിലും വിജയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാത്ത ഗവർണറുടെ നടപടി പ്രതിസന്ധി ഉണ്ടാക്കാൻ കാരണമാകുമെന്ന് തമിഴ്നാട് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മലയാളിയുമായ PC സിറിയക് പറയുന്നു. ഇല്ലെങ്കിൽ 1965 കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയാകും അവിടെയും സംഭവിക്കുക. അന്ന് ആർക്കും സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷമില്ലായിരുന്നു. ഒരു കക്ഷിയും മറ്റൊരു കക്ഷിയെ പിന്തുണയ്ക്കാനും തയ്യാറായില്ല. ഒടുവിൽ നിയമസഭ നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ പിരിച്ചുവിട്ടു. 2 വർഷം കേരളത്തിൽ രാഷ്ട്രപതി ഭരണമുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ സമാന സാഹചര്യം ഒരുപക്ഷെ ഉണ്ടാകാം. അങ്ങനെയായാൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് അസാധുവാക്കി പുതിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമെന്നും PC സിറിയക് ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പ് നടത്തൽ എന്നത് കോടിക്കണക്കിന് രൂപ ചെലവുള്ള ജനാധിപത്യ സംവിധാനമാണ്. വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നാൽ ഖജനാവിൽ നിന്ന് വലിയൊരു സംഖ്യ പാഴാകുകയും ചെയ്യും. ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് സഭയിലാണ്, ലോക്ഭവനിൽ അല്ല എന്നാണ് TVKയുടെ വാദം. സത്യപ്രതിജ്ഞ കഴിയുന്നതുവരെ മുഖ്യമന്ത്രിക്കുള്ള വാഹനവ്യൂഹം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിൽ വീണ്ടും മാസാവുകയാണ് വിജയ്. തമിഴ്നാട്ടിലെ മുൻ ഗവർണർ RN രവിയെ പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിച്ചതോടെ തമിഴ്നാടിന്റെ താൽക്കാലിക ചുമതല കൂടി കേരള ഗവർണറായ ആർലേക്കറെ ഏൽപ്പിക്കുകയായിരുന്നു. DMK സർക്കാരിന് സ്ഥിരം തലവേദനയായിരുന്ന RN രവിയെ പോലെ ആർലേക്കറും പുതിയ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമെന്ന ആശങ്കയുണ്ട്. വിജയ് സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ DMK AIDMK സഖ്യ സർക്കാർ ശ്രമം മറുവശത്ത് നടക്കുന്നുണ്ട്. ആ നീക്കം പൊളിക്കാൻ വിജയ് മറ്റൊരു തന്ത്രം കരുതി വെച്ചിട്ടുമുണ്ട്. DMK AIDMK സഖ്യം സർക്കാർ ഉണ്ടാക്കാൻ ഗവർണർക്ക് മുന്നിൽ അവകാശവാദം ഉന്നയിച്ചാൽ TVKയുടെ 108 MLA-മാരെയും രാജിവെപ്പിക്കാനാണ് വിജയുടെ തീരുമാനം. MK സ്റ്റാലിനോ പളനിസ്വാമിയോ സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ചാൽ എല്ലാവരും രാജിവെക്കുമെന്ന് വിജയ് മുന്നറിയിപ്പ് നൽകി. സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു തീരുമാനം. 118 പേരുടെ പിന്തുണ ഉറപ്പാക്കിയാൽ മാത്രമേ സർക്കാർ രൂപീകരിക്കാൻ അനുമതി നൽകൂവെന്ന നിലപാടിൽ ഇപ്പോഴും ഗവർണർ ഉറച്ചു നിൽക്കുകയാണ്. ജനഹിതം എന്തായാലും ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കും എന്ന നിലപാടിലാണ് വിജയുടെ TVK ഒഴികെയുള്ള പ്രബല പാർട്ടികൾ. ജനങ്ങൾ തോൽപ്പിച്ച DMKയും AIDMKയും ഒരുമിക്കുന്നു. 50 വർഷത്തിലേറെയായി കടുത്ത ശത്രുത പുലർത്തുന്ന പാർട്ടികൾ ഒരുമിക്കുന്നത് ആരും സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. കാരണം 2 പാർട്ടികളുടെയും സ്ഥാപകർ തമ്മിലെ വൈരം തന്നെ. AIDMK സ്ഥാപിച്ച MGR-നും പിന്നീട് തലപ്പത്തെത്തിയ ജയലളിതയ്ക്കും കൺകണ്ട ശത്രുവായിരുന്നു DMK സ്ഥാപകൻ കരുണാനിധി. ജയലളിതയുടെയും പിന്നാലെ കരുണാനിധിയുടെയും മരണത്തോടെ പാർട്ടികൾ ക്ഷീണത്തിലായി. DMKയുടെ അധിപനായി കരുണാനിധിയുടെ മകൻ MK സ്റ്റാലിൻ ഉദിച്ചതോടെ പാർട്ടി വീണ്ടും ശക്തമായി. പക്ഷേ AIDMK തകർന്നു. ജയലളിത കഴിഞ്ഞാൽ അത്രയും തലയെടുപ്പുള്ള പാർട്ടി അണികളെ ഒരുമിപ്പിക്കാൻ കഴിവുള്ള മറ്റൊരു നേതാവില്ല.
ഒ പനീർശെൽവം, എടപ്പാടി പളനിസ്വാമി തുടങ്ങി പല നേതാക്കളും പല സമയത്തും പല നിലപാടുകളെടുത്തു. BJPക്കൊപ്പവും BJPയുമായി പിണങ്ങിയും ഇണങ്ങിയും അവരുടെ അസ്തിത്വം തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിജയ് തരംഗത്തിനിടയിലും അവർ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. എന്തുകൊണ്ടാണ് കോൺഗ്രസും ഇടതുകക്ഷികളും ഉൾപ്പെടെ എല്ലാവരും ഭരണത്തിന്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നത്? TVK പുതിയ പാർട്ടിയാണ്. അത് അധികാരത്തിലെത്തിയാൽ മറ്റു പാർട്ടികൾ അപ്രസക്തരാകും. ദ്രാവിഡ പാർട്ടികളാണ് DMKയും AIADMKയും. TVKയ്ക്ക് പക്ഷേ ആ പാരമ്പര്യമില്ല. വികസനവും ജനക്ഷേമ പദ്ധതികളും മാത്രം പറയുന്ന TVK ഭരണം തുടങ്ങിയാൽ പല പാർട്ടികളുടെയും അസ്തിത്വം തന്നെ പ്രതിസന്ധിയിലാകും. തമിഴ് ജനതയുടെ വൈകാരിക ഫാക്ടറിൽ കെട്ടിപ്പടുത്തിയവയാണ് ദേശീയ പാർട്ടികളല്ലാത്ത DMK, AIADMK, PMKയുമുണ്ട്. തമിഴ് വികാരത്തിനപ്പുറം വളർന്നിട്ടില്ലാത്ത ജനങ്ങൾക്കും വോട്ടർമാരെ ആ അതിർത്തിക്കപ്പുറം ചിന്തിക്കാൻ സമ്മതിക്കാത്ത പ്രാദേശിക വികാരത്തിൽ പിടിച്ചു നിൽക്കുന്ന പാർട്ടികൾക്കും വിജയ് ഒരു വലിയ വെല്ലുവിളിയാണ്. ഒന്നുകിൽ വിജയ്ക്കൊപ്പം ഭരണത്തിന്റെ ഭാഗമാകുക, അല്ലെങ്കിൽ വിജയിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ രാഷ്ട്രീയ അപ്രസക്തരാവുക എന്നത് മാത്രമാണ് ഇവരുടെ മുന്നിലുള്ള വഴി. DMKക്കൊപ്പം നിന്ന് തെരഞ്ഞെടുപ്പ് നേരിട്ട കോൺഗ്രസ് അവരുടെ 5 MLAമാരെ കൊണ്ട് വിജയിയെ പിന്തുണപ്പിക്കുന്നത് ഇക്കാരണത്താലാണ്. വിജയ് അധികാരത്തിലെത്തുന്നത് AIADMK സ്ഥാപകൻ MG രാമചന്ദ്രൻ എന്ന MGR തമിഴ്നാട്ടിൽ ശക്തി കേന്ദ്രമായതിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് DMK ഭയക്കുന്നുണ്ട്. സിനിമാ കരിയറിൽ മികച്ചു നിന്ന സമയത്താണ് അന്ന് MGRും ഇന്ന് വിജയും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. വിജയ് മുഖ്യമന്ത്രിയായാൽ 15 വർഷമെങ്കിലും അധികാരത്തിൽ തുടരുമെന്നും DMKയ്ക്കും AIADMKയ്ക്കും ഭരണത്തിൽ തിരിച്ചെത്താൻ തടസ്സമാകുമെന്നും ഇരു പാർട്ടികളും കരുതുന്നുണ്ട്. ഈ ഭീതി ഏറെക്കുറെ പരസ്യമായി DMK ഉദയനിധി സ്റ്റാലിൻ വിഭാഗം പ്രകടിപ്പിച്ചതായി ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിജീവനത്തിന്റെ ഭാഗമായാണ് DMKയുമായി ചർച്ച നടത്താൻ AIADMK സന്നദ്ധരായത്. പക്ഷേ BJPയുമായുള്ള ബാന്ധവം ഉപേക്ഷിച്ചാൽ മാത്രമേ സഖ്യം മുന്നോട്ടു പോകൂ എന്ന നിലപാടിലാണ് സ്റ്റാലിൻ. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ DMK 2ാം സ്ഥാനത്തെത്തിയെങ്കിലും MK സ്റ്റാലിൻ തോറ്റതിനാൽ പാർട്ടിക്ക് മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടാനാകില്ല. അതിനാൽ DMKയുടെ പിന്തുണയോടെ അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാനാണ് നീക്കം നടക്കുന്നത്. MLAമാരുമായുള്ള ചർച്ചയുടെ ഭാഗമായി പളനിസ്വാമി പുതുച്ചേരിയിലുമാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മുൻകരുതലിന്റെ ഭാഗമായി AIADMK MLAമാരെ പുതുച്ചേരിയിലെ റിസോർട്ടിലേക്ക് മാറ്റിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMKയ്ക്ക് 59 സീറ്റും AIADMKയ്ക്ക് 47 സീറ്റുമാണുള്ളത്. രണ്ടുപേരും കൂടി ചേർന്നാൽ 106 സീറ്റേ ആകൂ. രണ്ട് മുന്നണിയിലെയും ഘടകകക്ഷികൾ കൂടി ചേർന്നാലേ ഭൂരിപക്ഷമാകൂ. അവരുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. TVKയ്ക്കും കോൺഗ്രസിനും കൂടി 112 സീറ്റുണ്ട്. 118 പേരുടെ പിന്തുണ കത്ത് ലഭിച്ചാൽ DMK അണ്ണാ DMK സഖ്യ സർക്കാരും സാധ്യമാണ് എന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒരു TV ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ TVKയ്ക്ക് സർക്കാരുണ്ടാക്കാൻ അവസരം നൽകാത്തതിന് പിന്നിൽ ഗവർണറുടെ രാഷ്ട്രീയമാണ് എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. കാരണം AIADMK BJP നയിക്കുന്ന NDAയുടെ ഭാഗമാണ്. ഗവർണർ മുൻപ് BJPയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളും. BJPയുടെ പിന്തുണയുള്ള AIADMKയ്ക്ക് മുഖ്യമന്ത്രി കസേര ലഭിക്കുകയാണ് എങ്കിൽ തമിഴ്നാട്ടിൽ ഇതുവരെ ക്ലച്ച് പിടിക്കാത്ത പാർട്ടിക്ക് അവിടെ പതിയെ വേരുറപ്പിക്കാം എന്ന ചിന്തയുണ്ട്. അയൽപക്കത്ത് കേരളത്തിൽ 3 MLAമാരെ കിട്ടിയ സ്ഥിതിക്ക് തമിഴ്നാട്ടിലും അത് സാധ്യമാണ് എന്ന ചിന്തയിലാണ് BJP. അത് നടക്കണമെങ്കിൽ വിജയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തണം. കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന തമിഴ്നാട്ടിൽ അവസാന സാധ്യത വീണ്ടും ഒരു തിരഞ്ഞെടുപ്പാണ്. പക്ഷേ ഒരിക്കൽ വോട്ട് ചെയ്ത് തീരുമാനം അറിയിച്ച ജനങ്ങളെ വീണ്ടും പരീക്ഷിക്കലാണ്. ജനം അവരുടെ തീരുമാനം അറിയിച്ചു. സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജനങ്ങളെ വീണ്ടും ബൂത്തുകളിൽ എത്തിച്ചാൽ അടുത്ത തവണ അവർ എങ്ങനെയാകും പ്രതികരിക്കുക എന്ന് പ്രവചിക്കാനാകില്ല.